ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോഴത്തെ ചൂടിനും നോമ്പിനും പറ്റിയ കൂളിംഗ് ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള 2 ഹെൽത്തി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. വാട്ടർമെലണും ക്യാരറ്റും വീട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന 2 ഡ്രിങ്ക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ക്യാരറ്റ് സാഗോ മിൽക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള 2 ക്യാരറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് 2 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷർ ഫുൾ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ക്യാരറ്റ് നല്ലപോലെ വേവായി. ഇനി ഇത് ചൂടാറിയ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 3 ഏലക്കായ ഇതുപോലെ തോട് കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിനായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി 1 കപ്പ് പാൽ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കുക്ക് ചെയ്തെടുത്ത ചവ്വരിയില്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് സാഗോ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒരേ സമയം വിശപ്പും ദാഹവും മാറാൻ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടുത്തതായിട്ട് വാട്ടർമെലൺ സാഗോ മിൽക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായി ഇതുപോലെ ഒരു പീസ് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ കുരു കളഞ്ഞ ശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു തവി കൊണ്ടോ ഗ്ലാസ് ഉപയോഗിച്ചോ നല്ലപോലെ ചെറുതാക്കി ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇനി റൂഹഫ്സ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് ഞാനിനി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോൾ റൂഹഫ്സ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ പകരം പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 2 കപ്പ് അളവിൽ തണുപ്പിച്ചെടുത്ത പാലും 4 ടേബിൾ സ്പൂൺ അളവിൽ കുക്ക് ചെയ്ത ചവ്വരി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത വാട്ടർമെലൺ സാഗോ മിൽക്കും റെഡി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ? അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഈ 2 ഹെൽത്തി ഡ്രിങ്ക്സും നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.